ശ്രീനാരായണ പരമഗുരവേ നമഃ. ഉണ്ണികൾക്കു 108 ഗുരുദേവ കഥകൾ. അധ്യായം 43. ഡോക്ടർ പൽപ്പുവിന്റെ ഫലിതം. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ മുന്നിട്ടുനിന്ന 2 സാരഥിമാരായിരുന്നു മഹാകവി കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും. കുമാരനാശാന് ഉയർന്നു പഠിക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്തത് ഡോക്ടർ പൽപ്പുവായിരുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിക്കുന്ന കാര്യത്തിലും മുന്നിട്ടു നിന്നത് ഈ ഗൃഹസ്ഥ ശിഷ്യനാണ്. മൈസൂർ സർക്കാരിന്റെ കീഴിൽ സേവനം ചെയ്തിരുന്ന ഒരു നല്ല ഡോക്ടറായിരുന്നു പൽപ്പു. അദ്ദേഹത്തിന് പ്രതിമാസം വലിയ ശമ്പളവും കിട്ടിയിരുന്നു. എങ്കിലും കുടുംബചെലവിനുള്ള തുക കഴിച്ച് ബാക്കി മുഴുവൻ അദ്ദേഹം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ടാണ് വിനിയോഗിച്ചിരുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് നീതി ലഭിക്കുവാനുള്ള പോരാട്ടത്തിൽ ഗുരുദേവനോടൊപ്പം ഡോക്ടർ പൽപ്പുവും ഉണ്ടായിരുന്നു. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മൈസൂരിൽ നിന്ന് നാട്ടിലെത്തി ഗുരുദേവന്റെ കരങ്ങൾക്ക് കൂട്ടായി പ്രവർത്തിക്കുവാൻ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഡോക്ടർ പൽപ്പു ആശ്രമത്തിലെത്തിയാൽ അവിടെ പിന്നെ തമാശയും പൊട്ടിച്ചിരിയും എല്ലാമായിരുന്നു. ഒരിക്കൽ ഡോക്ടർ പൽപ്പു വന്നപ്പോൾ അദ്ദേഹത്തിനിരിക്കുവാനായി ഗുരുദേവൻ നൽകിയത് ഒരു പുലിത്തോലായിരുന്നു. ഡോക്ടർ പുലിത്തോൽ നിലത്തു വിരിച്ച് അതിൽ കടന്നിരുന്നു. എന്നിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞു, ജീവനോടെ ഇരുന്നപ്പോൾ പുലിയുടെ അരികത്ത് ചെല്ലാൻ പോലും ആളുകൾക്ക് പേടിയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ജീവനില്ലാതായപ്പോൾ അതിന്റെ തോല് നമ്മുടെ ഇരിപ്പിടമായി മാറി. ഒരു പുലി ചത്താൽ അതിന്റെ തോലെങ്കിലും അവസാനം ശേഷിക്കും. എന്നാൽ ജാതി നശിച്ചാൽ ഇവിടെ ശേഷിക്കാൻ ഒന്നുമില്ലല്ലോ. ഗുരുദേവൻ നേർത്ത ചിരിയോടെ ഡോക്ടർ പൽപ്പുവിനെ നോക്കി. എന്നാലും കുശുമ്പും കുന്നായ്മയും ശേഷിക്കും ഗുരു. തന്നെയുമല്ല, അതെല്ലാം പുലിത്തോലിനേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. ഡോക്ടർ ഒരു ഫലിതം പൊട്ടിച്ചു. ആ ഫലിതം ഗുരുദേവനു നന്നേ ഇഷ്ടപ്പെട്ടു. ശേഷം ഭാഗം തുടരും.